26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഫെസ്റ്റിവൽ സീസണുകളിൽ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ ക്ലാഷ് റിലീസിനെത്തുന്നത് പ്രേക്ഷകർക്ക് എപ്പോഴും ആവേശം പകരുന്ന ഒന്നാണ്. എന്നാൽ തമിഴ് സിനിമാ ലോകം നോക്കിക്കണ്ട ഒരു അപൂർവമായ ക്ലാഷ് റിലീസ് വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ താരവുമായ വിജയുടെ ചിത്രം ജനനായകനും അദ്ദേഹത്തിന്റെ മകൻ ജേസൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിഗ്മയും തമ്മിൽ ബോക്സ് ഓഫീസിൽ നേർക്കുനേർ പോരാടാൻ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. എന്നാൽ ഈ ക്ലാഷ് റിലീസ് ഒഴിവായെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. സെൻസർ പ്രതിസന്ധികൾ മൂലം കഴിഞ്ഞ 6 മാസമായി വിജയ് ചിത്രമായ ജനനായകന്റെ റിലീസ് നീളുകയായിരുന്നു. ഈ വർഷം ജനുവരി 9 പൊങ്കൽ റിലീസായി എത്തേണ്ടിയിരുന്ന ചിത്രം സെൻസർ ബോർഡുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ച ശേഷം ഈ മാസം 24 തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെപ്പോഴും ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം ജേസൺ സഞ്ജയ് ആദ്യമായി സംവിധായകന്റെ തൊപ്പിയണിയുന്ന സിഗ്മയുടെ റിലീസ് ജൂലൈ 31 നിശ്ചയിച്ചിരുന്നത്. അതായത് ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം സിഗ്മ തിയേറ്ററുകളിലേക്ക് എത്തേണ്ടതായിരുന്നു. എന്നാൽ വിജയ് ചിത്രം ഈ മാസം തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ മകന്റെ ചിത്രത്തിന്റെ റിലീസ് നിർമ്മാതാക്കൾ ഓഗസ്റ്റ് മാസത്തിലേക്ക് നീട്ടിവെച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ പുതുക്കിയ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വിജയ് പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അഭിനയിച്ച അവസാന ചിത്രമായാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ വിലയിരുത്തപ്പെടുന്നത്. ചിത്രത്തിന്റെ റിലീസിന് മുൻപ് തന്നെ വമ്പൻ പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും റിലീസ് അനിശ്ചിതമായി നീണ്ടുപോയത് ആരാധകരെ നിരാശരാക്കി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് റിലീസ് ചെയ്യാനിരുന്ന ഈ ചിത്രം ഇപ്പോൾ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. യുവതാരം സുദീപ് കിഷനും ഫരിയ അബ്ദുള്ളയുമാണ് ജേസൺ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന സിഗ്മയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. GKM തമിഴ് കുമാരൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തമിഴ്നാട്ടിലും തായ്ലൻഡിലുമായാണ് പൂർത്തിയാക്കിയത്. ബോക്സ് ഓഫീസിൽ ഒരേ സമയം നേർക്കുനേർ ഏറ്റുമുട്ടാതെ 2 ചിത്രങ്ങളും റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിൽ ആരാധകരും സംതൃപ്തരാണ്. എന്തായാലും ഇരു ചിത്രങ്ങളുടെയും ഔദ്യോഗിക റിലീസ് തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.